ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉപകരണത്തെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഉപകരണം നിർമ്മിക്കുന്ന വിധം നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇതൊരു മിനി UPS ആണ്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വൈഫൈ മോഡം യൂസ് ചെയ്യാറുണ്ട്. പല വീടുകളിലും ചിലപ്പോൾ ഇൻവെർട്ടർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇൻവെർട്ടർ ഒന്നും ഇല്ലാത്തൊരു വീടാണെങ്കിലും അവിടെ നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മോഡവും എന്തെയും ഓഫ് ആവും. അപ്പോൾ നമുക്ക് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള ഒരു ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു മാർഗമാണ് ഈ മിനി UPS എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ അഡാപ്റ്റർ, നമ്മുടെ മോഡത്തിലേക്ക് കൊടുത്തുള്ള അഡാപ്റ്റർ ഉണ്ടല്ലോ, ആ അഡാപ്റ്റർ ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ നമ്മുടെ മോഡത്തിലേക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ 5 മണിക്കൂറിലധികം നമ്മുടെ മോഡം വളരെ ഈസി ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ അതിനുള്ള ഒരു ഉപകരണമാണ് മിനി UPS എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും 2600 mAh 3 ബാറ്ററിയാണ്, ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണ രീതിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ മിനി UPSന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്, ഇതിൽ ഞാൻ 3 ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് 3.7 വോൾട്ട് 2600 mAh കപ്പാസിറ്റിയുള്ള 3 ബാറ്ററി. അപ്പോൾ നമുക്ക് ഈ ഉപകരണത്തിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുക 2600 mAh ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ 3.7 വോൾട്ട് എന്നുള്ളത് നമ്മൾ 3 സെല്ല് സീരീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് അത് 12 വോൾട്ട് ആക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 12 വോൾട്ട് കിട്ടില്ല. അപ്പോൾ ആ 12 വോൾട്ട് കറക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലൊരു ബക്ക് ബൂസ്റ്റർ കൂടി, അതായത് ബക്ക് ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ DC വോൾട്ടിനെ DC ആയിട്ട് ഉയർത്താനുള്ള ഒരു സർക്യൂട്ട് ബോർഡാണ്. അപ്പോൾ ആ ഒരു സർക്യൂട്ട് ബോർഡ് കൂടി നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിനൊരു കേസും അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ഇനി നമ്മളെന്ന് വെച്ചാൽ ഈ ബക്ക് ബൂസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതിലേക്ക് ഒരു 11 വോൾട്ട് കൊടുത്തുവരിക്കാം. അപ്പോൾ അതിൽ കൃത്യമായിട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു റെസിസ്റ്റർ ഉണ്ട്, സംവിധാനം ഉണ്ട്. അപ്പോൾ ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ഔട്ട്പുട്ട് 12 വോൾട്ട് തന്നെ ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ ബാറ്ററി ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഒരു BMS ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയും. അങ്ങനത്തെ ഒരു ബോർഡ് നിർബന്ധമായിട്ടും ഇത്തരം ഉപകരണങ്ങൾ വെക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് ഡാമേജ് ആയി പോകും. ഇവിടെ ഈ BMS ബോർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു 3S 10 ആംപിയറിന്റെ BMS ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് 3 സെല്ലുകളാണ് നമ്മൾ അത് ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ സെല്ലുകളിൽ മാക്സിമം ചാർജ് ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുന്നതാണ്. അപ്പോൾ അതുവഴി നമ്മുടെ ബാറ്ററിയുടെ ലൈഫിനെ വർദ്ധിപ്പിക്കാനും ബാറ്ററി പൊട്ടിത്തെറിക്കുന്ന പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനൊക്കെ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു BMS ബോർഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ബക്ക് ബൂസ്റ്റർ. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ടിൽ 3 സെല്ലൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 11 വോൾട്ടാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക സീരീസ് ആയിട്ട് കൊടുക്കുമ്പോൾ. അതായത് 3.7 × 3 എന്ന് പറയുമ്പോൾ 11.1 വോൾട്ടാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കറക്റ്റ് 12 വോൾട്ട് തന്നെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചെറിയൊരു ബക്ക് ബൂസ്റ്ററിന്റെ ഒരു ബോർഡ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിതിൽ ഇവിടെ ഒരു DC സോക്കറ്റ് ഉണ്ട്, ഇവിടെ നമുക്കൊരു DC പിന്നും ഉണ്ട്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി നമുക്ക് ഇതിന്റെ കണക്ഷൻ എങ്ങനെ കൊടുക്കുക എന്നുള്ളത് നോക്കാം. ഇതാണ് നമ്മളുടെ മിനി വൈഫൈ UPSന്റെ ഉള്ളിലത്തെ ഭാഗങ്ങൾ. ഞാനിതിവിടെ അസംബിൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2500 mAh 3 ബാറ്ററി യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ BMS ബോർഡ്, അതായത് 3S 10 ആംപിയറിൻ്റെ ഒരു ബോർഡാണിത്. ഇതാണ് നമ്മുടെ ബക്ക് ബൂസ്റ്റർ, അതായത് DCനെ നമുക്ക് അനുയോജ്യമായ DCയിലേക്ക് മാറ്റുന്ന സർക്യൂട്ടാണ് ബക്ക് ബൂസ്റ്റർ എന്നാണ് പറയുക. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ 3.7ന്റെ 3 ബാറ്ററി നമ്മൾ സീരീസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ഇവിടെ ഞാൻ സോൾഡർ ചെയ്യല്ല, കറക്റ്റായിട്ട് മറ്റേ പ്രസ്സിംഗ് മെഷീൻ കൊണ്ട് കറക്റ്റായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീരീസ് കണക്ഷനാണ്. ഇതിൻ്റെ ഫിഗർ ഇതിൻ്റെ സർക്യൂട്ട് ഞാൻ എന്തായാലും വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ ഇത് 3 ബാറ്ററി നമ്മൾ സീരീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 3 ബാറ്ററി സീരീസ് ആയിട്ട് കൊടുക്കുമ്പോൾ 3.7 × 3 ആണ് വരിക. അപ്പോൾ 11.1 വോൾട്ടാണ് കറക്റ്റ്ലി കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഈ ബാറ്ററിയിൽ കൃത്യമായിട്ട് ചാർജ് കയറുന്നതിനും അതായത് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ കട്ട് ഓഫ് ഒക്കെ ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ BMS ബോർഡ് വെച്ചിട്ടുള്ളത്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞു 3S മീൻസ് 3 സെല്ലാണത്, 10 ആംപിയറിൻ്റെ ബോർഡാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ BMS ബോർഡിൻ്റെ ഔട്ട്പുട്ട് ഞാനൊരു ബക്ക് ബൂസ്റ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബക്ക് ബൂസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ നമ്മുടെ ഉപകരണത്തിൻ്റെ മിനി UPSന്റെ ഔട്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ അവിടെ ഞാനൊരു DC പിന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബക്ക് ബൂസ്റ്റർ എന്തിനാണെന്ന് വെച്ചാൽ നമുക്കറിയാം 11 പോയിന്റ് സംതിങ് വോൾട്ടാണ് നമുക്ക് ഈ 3 ബാറ്ററിയും കൂടി കിട്ടുക.
ഓക്കെ. അപ്പോൾ അത് നമുക്ക് കൃത്യം 12 വോൾട്ടാക്കി അഡ്ജസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ബക്ക് ബൂസ്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിവിടെ ചെറിയൊരു പ്രീസെറ്റ് കൺട്രോൾ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ വോൾട്ടേജ് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് 12 ആക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് കറക്റ്റ് 12 വോൾട്ട് ഔട്ട്പുട്ടിൽ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി ഇതിൻ്റെ കറണ്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2500 mAh 3 ബാറ്ററി നമ്മൾ സീരീസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോർമൽ കേസിൽ സീരീസ് ആയതുകൊണ്ട് തന്നെ കറണ്ട് എന്ത് ചെയ്യില്ല, കൂടുതൽ 2500 mAh വരിക, കറണ്ട് വരിക. ഓക്കെ. 2500 mAh കറണ്ട് കപ്പാസിറ്റിയാണ് ഈ ഉപകരണത്തിന് വരിക. ഇവിടെ നമ്മൾ ഈ പിൻ എന്ന് പറയുന്നത് നമ്മുടെ വൈഫൈയുടെ അഡാപ്റ്റർ, അതിൻ്റെ അഡാപ്റ്റർ ഉണ്ടാവുമല്ലോ 12 വോൾട്ടിൻ്റെ, ആ അഡാപ്റ്റർ നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നു. ഇതിൻ്റെ ഔട്ട് നമ്മൾ നേരെ നമ്മുടെ മോഡത്തിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു സർക്യൂട്ടാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഞാൻ സോൾഡർ ചെയ്യണമെന്നും ഞാൻ കാണിച്ചിട്ടില്ല, അപ്പോൾ വീഡിയോ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഈ BMS ബോർഡിലാണ് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക, അതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി വിശദമായിട്ട് ഈ ബോർഡ്, ഓരോ ബോർഡും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് എന്തായാലും ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഉപകരണമാണ് മിനി UPS. അപ്പോൾ ഇത് ഉപയോഗിച്ചുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാലും, ഇപ്പോൾ ഇൻവെർട്ടറൊന്നും ഇല്ലാത്ത വീടാണെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ വൈഫൈ എന്ത് ചെയ്യും, കൃത്യമായിട്ട് വർക്ക് ചെയ്യും. നെറ്റ് നമുക്ക് ഫുൾ ടൈം ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഉപകരണം നമുക്ക് നമ്മുടെ CCTVയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റും. 12 വോൾട്ട് വർക്ക് ചെയ്യുന്ന പല സ്ഥലങ്ങളിലും ഈ ഒരു മിനി UPS എന്ന് വേണമെങ്കിൽ പറയാം, ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര ഉണ്ട് നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് വോൾട്ടേജ് 12.05, അതായത് കറക്റ്റ് 12 വോൾട്ട് തന്നെ ഔട്ട്പുട്ടിൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് 12 വോൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ ബക്ക് ബൂസ്റ്റർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ബക്ക് ബൂസ്റ്ററിൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്ന വോൾട്ട് നോക്കൂ, 11 പോയിന്റ് സംതിങ് ഉണ്ടാവും. കണ്ടോ, 11.5 വോൾട്ടാണ് ഈ ബക്ക് ബൂസ്റ്ററിൻ്റെ ഇൻപുട്ടിൽ വരുന്നത്. അപ്പോൾ ഈ ബക്ക് ബൂസ്റ്റർ ഇല്ലെങ്കിൽ നമ്മളിത് നേരെ നമ്മൾ ഈ ബാറ്ററിനുള്ള BMS ബോർഡിൽ നിന്നുള്ള കണക്ഷൻ നമ്മൾ നേരെ ഔട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 11.5 വോൾട്ടേ കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് 12 വോൾട്ട് കറക്റ്റ് വേണമല്ലോ, അതിനാണ് നമ്മൾ ഈ ബക്ക് ബൂസ്റ്റർ വെച്ചിട്ടുള്ളത്. ഓക്കെ. ഇനി നമ്മൾ എന്താ, ഇൻപുട്ട് നമ്മൾ ഇതേമാതിരി നമ്മുടെ അഡാപ്റ്ററിൽ നിന്ന് 12 വോൾട്ട് കൊടുക്കുന്നു, അത് നേരെ നമ്മുടെ BMSലേക്ക് കൊടുക്കുക, BMSൻ്റെ ഔട്ട് നമ്മൾ ഇതിലേക്ക് കൊടുക്കുക. ഓക്കെ. നമുക്ക് ഇതാണ് നമ്മുടെ ഔട്ടിനുള്ള DC പിന്ന്. അപ്പോൾ ഈ DC പിന്നിൽ കറക്റ്റ് 12 വോൾട്ട് വരുന്നത് നോക്കാം. ഉള്ളിലെ പോസിറ്റീവാണ് വരിക, മുകളിൽ കറക്റ്റ് 12.05 ഈസ് ആൾമോസ്റ്റ് 12 വോൾട്ട്, കറക്റ്റ് 12 വോൾട്ട് തന്നെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ വൈഫൈ മിനി UPS എന്ന് പറയുന്ന ഉപകരണം. നമ്മൾ കൃത്യമായിട്ട് ഇതൊക്കെ നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചുകൊണ്ട് ഇതിലേക്ക് കറക്റ്റായിട്ട് ഒട്ടിക്കുക. ബാറ്ററി കറക്റ്റായിട്ട് ഒട്ടിക്കണം. അതിൻ്റെ കവറിങ് ആണ്, കവറിങ് കൊണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ UPS റെഡിയായി. ഓക്കെ. ഇതാണ് നമ്മുടെ UPS. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ എൻ്റെ നമ്പറുമായി ബന്ധപ്പെട്ടാൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവരെന്ത് ചെയ്യാം, ബന്ധപ്പെടാം. ഇത് നമുക്ക് സ്വയം നിർമ്മിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മൾ കുറച്ച് സെല്ല് വാങ്ങണമെന്നേ ഉള്ളൂ. സെല്ലും ബക്ക് ബൂസ്റ്ററും അതേമാതിരി BMS ബോർഡൊക്കെ നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. പിന്നെ ഇതിൽ കിട്ടാൻ ബുദ്ധിമുട്ടിൻ്റെ കവറിങ് ആണ്. ഈ കേസ് നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലുള്ള കേസ് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതേപോലുള്ള കേസ് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാസ്റ്റിക് ബോക്സ് വാങ്ങിയിട്ട് അതിൽ അസംബിൾ ചെയ്താലും മതി, നമ്മുടെ കാര്യം നടക്കും. ഓക്കെ. അപ്പോൾ ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽസ് ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും